മമ്മൂട്ടി ആരാധകർ ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ഭ്രമയുഗം. ചിത്രത്തിന്റെ പോസ്റ്റർ ജനുവരി 1-നായിരുന്നു പുറത്തു വന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ വേറിട്ട ലുക്കിലുള്ള മമ്മൂട്ടിയുടെ പോസ്റ്ററിന് വൻ സ്വീകാര്യതയാണ് ഇതിനോടകം തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ എത്തിയ മമ്മൂട്ടിയുടെ ലുക്കാണ് ആരാധകരിൽ ഉയരുന്ന ഈ ഹൈപ്പിന് പിന്നിലെ പ്രധാന കാര്യം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഭ്രമയുഗത്തെ പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ ഇതുവരെ കാണാത്ത വ്യത്യസ്ത നിറഞ്ഞ പോസ്റ്ററുകളാണ് ചർച്ചയ്ക്ക് വഴിവെച്ചതും. ജനുവരി 1-ന് മമ്മൂട്ടിയുടെയും തുടർന്ന് അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, ചിത്രത്തിലെ പ്രധാന സ്ത്രീ കഥാപാത്രമായി എത്തുന്ന അമാൽഡ ലിസ് എന്നിവരുടെ പോസ്റ്ററുകൾ പുറത്തു വന്നിരുന്നു. നടിയും മോഡലുമായ അമാൽഡ ലിസ് ആണ് ചിത്രത്തിലെ പോസ്റ്ററിലുള്ള ഏക സ്ത്രീ കഥാപാത്രം എന്നതാണ് മറ്റൊരു പ്രത്യേകത. ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചിത്രത്തിന്റെ കഥയെന്ന് വ്യക്തമാക്കുന്നതാണ് ഇതുവരെയുള്ള പോസ്റ്ററുകൾ പറയുന്നത്. ഡാർക്ക് തീമിലാണ് ഇതുവരെ എത്തിയ കഥാപാത്രങ്ങളുടെ എല്ലാ പോസ്റ്ററുകളും എത്തിയത്. ഒരു നിഗൂഢത ഈ പോസ്റ്ററുകളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അതിലെല്ലാം എടുത്തു നിൽക്കുന്നത് മമ്മൂക്കിയുടെ ഗെറ്റപ്പ് തന്നെയാണ്. മമ്മൂക്കിയുടെ ഗെറ്റപ്പിന് പിന്നിലുള്ളത് മലയാള സിനിമയിൽ കുറച്ചുനാളായി മുഴങ്ങിക്കേട്ടിരുന്ന ഒരു പേര് തന്നെയാണ്, റോണക് സേവ്യർ. ഈയിടെ ഇറങ്ങിയ പല സിനിമകളിലും അഭിനേതാക്കളുടെ വ്യത്യസ്ത ഗെറ്റപ്പിന് പിന്നിൽ കൈ ചലിപ്പിച്ചത് റോണക് സേവ്യർ ആയിരുന്നു. മമ്മൂക്കാക്ക് ഇത്രയും ഗംഭീരമായ ഒരു ഗെറ്റപ്പ് ചെയ്ത് നൽകിയത് സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയുമാണ് റോണക് സേവ്യർ തന്നെ. ആ ലുക്കിനെ കുറിച്ച് വിവരിക്കുകയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റായ റോണക് സേവ്യർ. ഇപ്പോൾ 2 പ്രാവശ്യം നടന്ന മീറ്റിംഗിനൊടുവിലാണ് മമ്മൂട്ടിയുടെ ഗെറ്റപ്പിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയത് എന്നാണ് റോണക് സേവ്യർ പറയുന്നത്. റോണക് സേവ്യറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മമ്മൂക്കിയുടേത് ഭയങ്കര സ്പെഷ്യലായ കഥാപാത്രമാണ്. അദ്ദേഹം ആ വേഷം അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ചെയ്യാൻ തീരുമാനിച്ചത്. മമ്മൂക്കിയുടെ ഇപ്പോഴത്തെ ലുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഗെറ്റപ്പ് എന്താണെന്ന് നോക്കി നാച്ചുറലായ ലുക്കാണ് നൽകാൻ ശ്രമിച്ചത്. കഥാപാത്രത്തിനായി ഒരു പല്ല് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അതൊക്കെ അവസാന ചർച്ചകളിലൊക്കെ കണ്ടെത്തലുകളാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സംവിധായകന് അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ മമ്മൂക്കയെ വിളിച്ച് സംസാരിച്ചു, അത് പരീക്ഷിച്ചു നോക്കി. മമ്മൂക്ക ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിനായി അദ്ദേഹം ഒരു വലിയ പ്ലാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സിനിമയിൽ എന്ത് ലുക്കാണ് വേണ്ടത് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. ഒരു കഥാപാത്രം ചെയ്യാൻ തയ്യാറായാൽ ലുക്കിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കാറുമുണ്ട് എന്ന് റോണക്സ് പറഞ്ഞു. ഭീഷ്മപർവം എന്ന ചിത്രത്തിലെ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡും റോണക്സ് സ്വന്തമാക്കിയിരുന്നു. മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബനാണ് റോണക്സിന്റേതായി ഉടനെ പുറത്തിറങ്ങാൻ ഉള്ള ചിത്രം. മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് റോണക്സിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ ലുക്കിൽ മാത്രമേ ലിജോ ചേട്ടൻ എനിക്ക് നിർദ്ദേശം തന്നിട്ടുള്ളൂ. അദ്ദേഹം ഒരു സ്കെച്ച് എനിക്ക് തന്നിരുന്നു. ആ ലുക്ക് വേണമെന്ന് ലിജോ ചേട്ടന് നിർബന്ധമായിരുന്നു. താടിയും മീശയും ഒക്കെ ഉണ്ടെങ്കിലും ഒരു വ്യത്യസ്ത ഗെറ്റപ്പാണ്. ബാക്കി എല്ലാ കഥാപാത്രങ്ങളിലും അദ്ദേഹം എനിക്ക് ഫ്രീഡം തന്നിരുന്നു. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഐഡിയയിൽ വേറിട്ട് നിൽക്കുന്ന നല്ലൊരു സാധനം ചെയ്ത് തരണമെന്നായിരുന്നു ലിജോ ചേട്ടൻ പറഞ്ഞത്. മാക്സിമം എല്ലാവർക്കും നല്ലതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഭ്രമയുഗത്തിന്റെ ഓരോ പുതിയ പോസ്റ്ററുകൾ പുറത്തു വന്നതോടെ ഏറെ ആവേശത്തിലാണ് മമ്മൂട്ടി ആരാധകർ. തെയ്യക്കോലം കെട്ടിയ മമ്മൂട്ടിയാണ് ഭൂരിഭാഗം പോസ്റ്ററുകളിലും കാണുന്നത്. അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയനുമായി ഭ്രമയുഗത്തെ താരതമ്യം ചെയ്തുള്ള കഥകൾ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ചിത്രത്തിൽ മമ്മൂട്ടി ദുർമന്ത്രവാദി ആയേക്കുമെന്ന ചർച്ചകളും നടക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂതകാലം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഭ്രമയുഗം. മമ്മൂട്ടി, അമാൽഡ എന്നിവർക്ക് പുറമെ സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിൽ എത്തുന്നത്. ചിത്രം ഫെബ്രുവരി റിലീസ് ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. ഹൊറർ ത്രില്ലർ സിനിമകൾക്ക് മാത്രമായി ആരംഭിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസ് ആണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്. ഈ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിലാണ് ഭ്രമയുഗം ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ചിത്രീകരണം കൊച്ചിയിലും ഒറ്റപ്പാലത്തുമാണ് നടന്നിരുന്നത്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും വൈനോട്ട് സ്റ്റുഡിയോസും അവതരിപ്പിക്കുന്ന ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ഒരേ സമയം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ റിലീസ് ചെയ്യും. ഫെബ്രുവരിയിലാണ് ഭ്രമയുഗം റിലീസ് ചെയ്യുക എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഹൊറർ ത്രില്ലറായ ചിത്രത്തിൽ മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലാണ് അഭിനയിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ ലുക്ക് ഇതിനോടകം തന്നെ പാൻ ഇന്ത്യൻ തലത്തിൽ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഭ്രമയുഗത്തിലെ പുതിയ അപ്ഡേറ്റ്സിനായി ആരാധകർ കാത്തിരിക്കുകയാണ്.